ഇത്രയും കറക്റ്റായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല. സംഭവം പൊളിയെന്ന് വിചാരിച്ചു, പക്ഷേ കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഹായ്, എൻ്റെ പേര് സാൻവർപുല പറ്റിയാണ്. എൻ്റെ കൂടെയുള്ളത് ആബിദ് ഹുസൈനാണ്. എന്തായാലും അതിമനോഹരമായ പുസ്തക വായനയിലെ ഒരു കഥ കേൾക്കാം. ആബിദ്, ഇത് ആബിദിൻ്റെ വീട്ടിലെ പുസ്തകമാണ്. വേറെ പുസ്തകം എടുത്തുകൊണ്ടാകുമ്പോൾ റാൻഡമായി ആബിദ് എടുത്തുകൊണ്ടുവന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്നും ആബിദിന് ഇഷ്ടമുള്ള സ്ഥലത്ത്, ഞാനിങ്ങനെ ആക്കുന്ന സമയത്ത് ആബിദിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ആബിദിനെ സ്റ്റോപ്പ് ചെയ്യുകയും ഒരു വാക്ക് വിചാരിക്കുകയും ചെയ്യാം. ഓക്കെ, ഈ പുസ്തകത്തിൽ നിന്നും ആബിദിന് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ആബിദ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. അല്ല, ഇവിടെയാണോ? പിടിച്ചോളൂ. ആബിദിൻ്റെ ഓക്കെ, ഒരു വാക്ക് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ക്ലോസ് ചെയ്തോ. പിന്നെ ഈ പുസ്തകത്തിൽ നിന്നും ആബിദ് ഒരു വാക്ക് വിചാരിച്ചിട്ടുണ്ട്. ആ വാക്ക് ഏതാണെന്ന് ആബിദിനെ അറിയാലോ. എഴുതി വെക്കണം, നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ട്. എഴുതി വെക്കണം, കുഴപ്പമില്ല. എനിവേ, ഈ പുസ്തകത്തിൽ നിന്നൊരു വാക്ക് നീ ഇപ്പോൾ നിന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലേ? ശരി, ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ. ആ വാക്ക് നിന്റെ മനസ്സിൽ നിന്ന് ഞാനൊന്ന് റീഡ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, എത്രത്തോളം ശരിയാവുമെന്നറിയില്ല. മലയാളത്തിലുള്ള വാക്കാണല്ലേ? മലയാളത്തിലുള്ള പുസ്തകമുണ്ടോ? പിന്നെ ആ വാക്ക് ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ജീവനുള്ള ആ വാക്ക് ജീവനുള്ള എന്തെങ്കിലും വസ്തുക്കളായിട്ട് ബന്ധപ്പെട്ട വാക്കാണോ? ആണ്, ജീവനുള്ള വാക്കുകൾ ബന്ധപ്പെട്ട വാക്കാണല്ലേ? ഒരുപാട് പേജുകളുണ്ട് ഈ പുസ്തകത്തിൽ. നിന്റെ വീട്ടിലുള്ള പുസ്തകമാണ്, റാൻഡമായി നീ തന്നെ എടുത്ത പുസ്തകമാണ്. ഒന്ന് കണ്ണടയ്ക്കും, ഒന്ന് മനസ്സിലത് വിചാരിക്കും. എൻ്റെ കണ്ണിലൂടെ എൻ്റെ കയ്യിലേക്ക് അത് വരികയാണ്. ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് നോക്കൂ. ഇവിടെ ആ വാക്ക് എഴുതിയതായിരുന്നു വിചാരിക്കുക. ഓക്കെ, റിപ്പീറ്റ്, മനസ്സിൽ വീണ്ടും ആ എഴുതിയ സംഖ്യ ഒന്ന് വായിക്കുക. ഓക്കെ, ഒരു പെന്ന് എടുക്കുക. ഓക്കെ, അതിൽ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഫസ്റ്റത്തെ ലെറ്റർ ഒന്ന് വിചാരിക്കുക. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞാലൊന്ന് പറയാൻ കേട്ടോ. രണ്ടാമത്തെ ലെറ്റർ 3, 4, 5, 4 അല്ലേ? ശരി, ഓക്കെ, ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ലെറ്റർ വിചാരിച്ചോളൂ. മലയാളത്തിൽ വിചാരിച്ചോ? രണ്ടാമത്തെ വിചാരിച്ചോ? 3, 4 ആക്കാവുള്ളൂ അല്ലേ? കയ്യിൽ തെളിയില്ല, ഒരു പേപ്പറിലെടുക്കാം. ശരി, ഓക്കെ, പേര് പേപ്പറിനുണ്ട്. ഒന്നാമത്തെ ഒന്നുകൂടി വിചാരിച്ചോളൂ, എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. ഇൻ കേസ് ഇത് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നീ എത്രയുള്ള പഠിക്കുന്ന പറഞ്ഞത്? 10th. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇൻസ്റ്റ ഉണ്ടാവും. ഉണ്ട്. അപ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ആ ഇൻസ്റ്റയൊക്കെ കാണും. എന്തായാലും ഒന്നിങ്ങോട്ട് വരും. ഇതാണോ അയാൾക്ക് എന്നാണ്? എന്താണ് സെലക്ട്? സത്യത്തിൽ ഞാൻ ആകാൻ വരുന്നു. ഇത് ഇത്രയും കറക്റ്റായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല. സംഭവം പൊളിയെന്ന് വിചാരിച്ചു, പക്ഷേ കറക്റ്റായിട്ട് തന്നെ കിട്ടി.